നമസ്കാരം. പതിരും കതിരും. കള്ളമകന്ന കവിത്വവിശേഷം തള്ളിത്തള്ളി വരുന്നു ദശായാം. ഉള്ളിൽ കപടതയുള്ള ജനങ്ങളുടെ ഫള്ളും ബിരുദം നിഷ്ഫലമാക്കാം. ഇങ്ങനെ കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. ഉള്ളിൽ കപടതയുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ഫള്ളും ബിരുദം തള്ളിത്തള്ളി വരുന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് അന്തം കമ്മികളും നാട്ടുകാരുമെല്ലാം. ശബരിമല കൊള്ളയുടെ തുടക്കകാലത്ത് എന്തെല്ലാമാണ് ഈ പുളകംകൊള്ളി സുരേന്ദ്രൻ നമ്മോട് പറഞ്ഞത്. എനിക്ക് പോറ്റിയെ അറിയില്ല, അങ്ങനെ ഒരാളെ കണ്ടതായി അറിയില്ല. ഇങ്ങനെ പരിശുദ്ധനാകാൻ ശ്രമിച്ച കടകംപള്ളിയുടെ പൂച്ചും ചെമ്പും പുറത്തായിരിക്കുകയാണ്. പോറ്റിയുടെ വീട്ടിൽ നാഴിയരി കൂടുതലിട്ടാൽ പുളകംകൊള്ളി സുരേന്ദ്രൻ അവിടെ ഓടിയെത്തുമായിരുന്നു. അന്ന് പോയത് അപ്പൻ നമ്പൂതിരിയുടെ സപ്തതിക്കായിരുന്നോ നവതിക്കായിരുന്നോ അതോ ശതാഭിഷേകത്തിനായിരുന്നോ എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രന് അറിയില്ല. അവിടെ ചെന്നു സദ്യ ഉണ്ടോ തിരിച്ചു പോന്നു എന്ന് മാത്രമറിയാം. ഞാനൊരു ഉപഹാരം കൊടുക്കുന്നത് പടത്തിൽ കാണാം, പക്ഷെ ഞാനത് വാങ്ങിയതല്ല. അവിടെ ആരോ വാങ്ങി വച്ചത് എടുത്തു തന്നു, ഞാൻ അങ്ങോട്ട് കൊടുത്തു. എൻ്റെ പൊന്നു സുരേന്ദ്ര, കുടംപുളി ഇട്ടുവെച്ച നല്ല കള്ളത്തരങ്ങൾ പറഞ്ഞ് നാറാൻ നിൽക്കാതെ പോയി വേറെ പണിയും നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്കൊന്നും ഓർമ്മയില്ല. കഞ്ചാവ് ഉണക്കാൻ വെച്ച ഒരു യുവാവ് കടപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയ ഒരു കഥ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ സുരേന്ദ്രൻ്റെ വർത്തമാനം കേട്ടാലും ഇങ്ങനെ തോന്നും. കൊച്ചിൻ്റെ ഉപനയനമാണോ അന്നപ്രാശമാണോ ഒന്നും അറിയില്ല, മൂക്കുമുട്ട തിന്നു കിടന്നുറങ്ങി. ഇതിനിടയ്ക്ക് ആരോ പടമെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബേബി പാത്രം കഴുകാൻ പോയ പോലെ ഒരു പരിപാടിയല്ലേ ഈ കുടംപുളി സുരേന്ദ്രനും ഒപ്പിച്ചത്. ദേവസ്വം മന്ത്രി സർക്കാർ ചെലവിൽ ഒരു കള്ളൻ്റെ വീട്ടിൽ പോകുന്നു. ആരോ വാങ്ങിവെച്ച ഫ്രൂട്ട്സിൻ്റെ ഒരു പൊതി അയാളുടെ അപ്പന് സമ്മാനിക്കുന്നു. ഞാൻ ഒരിടത്തും ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കുന്ന പതിവില്ലെന്നും ആരെങ്കിലും മേടിച്ചു തന്നാൽ അത് പറയുന്നവർക്ക് കൊടുക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. വെറും 120 രൂപയേ ഉള്ളൂ ഒരു പ്ലാസ്റ്റിക് മഴക്കോട്ടിന്. അതുപോലും പുള്ളി കാശ് കൊടുത്ത് ആർക്കും വാങ്ങിക്കൊടുക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അത് വാങ്ങിയിട്ട് പുള്ളി വിളിക്കുന്നവർ ചെന്നുകൊള്ളണം. ഈ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. പക്ഷേ പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഇയാൾ. നോക്കണേ, അകത്ത് കിടക്കുന്ന കമ്മികൾക്കും ഒന്നും അറിയില്ല, അകത്ത് പോകാനിരിക്കുന്ന കടകംപള്ളിക്കും ഒന്നും അറിയില്ല. ശബരിമലയിൽ ഊരും പേരും വിലാസവുമില്ലാതെ കയറിക്കൂടിയവനെ ഒപ്പം ചേർക്കുക മാത്രമല്ല, അവൻ്റെ അപ്പൻ പോറ്റിയെ ആദരിക്കാൻ ഇല്ലത്ത് പോവുകയും ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ കൊള്ളി പറയുന്നത് എനിക്കൊന്നും അറിയില്ലെന്നാണ്. ഒരു പ്രായമായ മനുഷ്യൻ്റെ അവധിക്ക് പോയ സുരേന്ദ്രൻ പറയുന്നു, ഞാനൊരു ഉപഹാരവും ആർക്കും കൊടുത്തിട്ടില്ല എന്ന്. എൻ്റെ കയ്യിൽ ആരെങ്കിലും തന്നാൽ ഞാനത് അങ്ങോട്ട് കൊടുക്കും. കൂട്ടുകാരൊക്കെ ജയിലിൽ കിടക്കുമല്ലേ സുരേന്ദ്ര, അവരുടെ കൂടെ പോയി കിടക്കരുതോ നിങ്ങൾക്കും? പോറ്റിയെ അറിയാത്തവൻ എങ്ങനെയാ സുരേന്ദ്ര അപ്പനെയും പേരക്കുട്ടിയെയും അറിയുന്നത്? കട്ട മുതലിൻ്റെ എത്ര പങ്ക് താങ്കൾക്ക് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി ഏതൊക്കെ വായിൽ പോയി എന്ന് ഞങ്ങളോട് പറയണ്ട, കോടതിയിൽ പറഞ്ഞാൽ മതി. പണ്ട് സരിതാ കേസിൻ്റെ കാലത്ത് ശാലുമേനോൻ്റെ വീട്ടിൽ പോയി കരിക്ക് കുടിച്ച തിരുവഞ്ചൂരിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും കമ്മികൾ ചില്ലറയല്ല നാറ്റി നശിപ്പിച്ചത്. പോറ്റിയുടെ അപ്പൻ്റെ ആണോ അപ്പൂപ്പൻ്റെ ആണോ കുട്ടിയുടെ ആണോ എന്നറിയില്ല, ഒരു ഫംഗ്ഷൻ അവിടെ നടന്നു, ഞാൻ അതിന് പോയി. എന്തായാലും വിളിക്കുന്നിടത്തെല്ലാം സുരേന്ദ്രൻ ഓടിയെത്തും. അയൽക്കാരൻ വിക്രമൻ നായർ പറയുന്നത് കടകംപള്ളി അവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു എന്നാണ്. ഈ മന്ത്രിക്കൊപ്പം കൂട്ടുപോയ വേറൊരുത്തനാണ് പത്തനംതിട്ടയിലെ തൂങ്ങൻ രാജു അഥവാ രാജു എബ്രഹാം. അദ്ദേഹവും അപ്പൻ പോറ്റിയോടൊപ്പം ഉണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറിയാണ് പുള്ളി. പക്ഷേ രാജു എബ്രഹാം പറയുന്നത് അത് സന്നിധാനത്തിൽ വെച്ച് താൻ അപ്പൻ പോറ്റിയെ കണ്ട ദൃശ്യമാണെന്നാണ്. അതെങ്ങനാ രാജുവേ, പോറ്റി പോലും വലിഞ്ഞു കയറി ചെന്നതാണ് ശബരിമലയിൽ. പിന്നെങ്ങനാ പോറ്റിയുടെ അപ്പൻ കിടക്കുന്ന കട്ടിൽ സഹിതം സന്നിധാനത്തെത്തിയത്? വെറുതെയാണോ പോറ്റിയെ കയറ്റിയെ പാട്ടിനെതിരെ ഒരുത്തൻ പരാതി പോയപ്പോൾ ഫുൾ സപ്പോർട്ടുമായി രാജു എബ്രഹാം കൂടെ തന്നെ നിന്നത്? അയ്യപ്പൻ്റെ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടു പോലും. ചുരുക്കി പറഞ്ഞാൽ, കള്ളൻ പോറ്റിയുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങിയ പിണറായി വിജയൻ മുതൽ പോറ്റിയുടെ അപ്പൻ ഉപഹാരം നൽകിയ രാജു എബ്രഹാം വരെ ഈ കട്ട മുതലിന് ഉത്തരവാദിത്വം പറയണം. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ പരനാറി എന്ന് വിളിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഭാഷയോടും സംസ്കാരത്തോടുമുള്ള എളിമ കൊണ്ട് മാത്രമാണ്. AKG സെൻറ്ററിൽ ഇരിക്കുന്നതെല്ലാം മറവി രോഗത്തിൻ്റെ ചികിത്സയിലായിരിക്കുകയാണ്. വെറുതെയാണോ കോപ്പർ പത്മൻ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്?